ശബരിമല വിമാനത്താവളത്തിനായുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ അതിവേഗം മുന്നോട്ട് പോകുന്നു. അപ്പോൾ കടുത്ത ആശങ്കയിലാകുന്നു വിമാനത്താവളം വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. എസ്റ്റേറ്റിനെ മാത്രം ആശ്രയിച്ച് ഇപ്പോൾ 300-ലധികം തൊഴിലാളികൾ അവിടെ ജീവിക്കുന്നുണ്ട്, അവരുടെ കുടുംബങ്ങളുമുണ്ട്. ഇനി എന്ത്? ഇനി ജീവിതം എങ്ങോട്ട്? ഈ ആശങ്കയിലാണ് ഈ 300 തൊഴിലാളി കുടുംബങ്ങൾ. പുനരധിവാസ പാക്കേജിനെ കുറിച്ച് ചർച്ചകൾ പലതും നടന്നു, എന്നാൽ ചർച്ച ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. സാമൂഹിക ആഘാത പഠനവും പൂർത്തിയായി. വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുമ്പോൾ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. തലമുറകളായി ചെറുവള്ളിയിലെ റബ്ബർ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഭൂരിഭാഗവും. ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ലയങ്ങളിൽ ജീവിതം തുന്നിച്ചേർക്കുകയായിരുന്നു ഇവർ. എന്നാൽ അടുത്ത ആഗസ്റ്റ് മാസത്തോടെ ഇവിടെ നിന്നും ഇവർക്ക് പടിയിറങ്ങേണ്ടി വരും. വിമാനത്താവളത്തിനായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ വേഗത്തിലായതോടെ വലിയ ആശങ്കയാണ് ഈ തൊഴിലാളികളുടെ ജീവിതത്തിന് മുന്നിൽ എത്തി നിൽക്കുന്നത്. എയർപോർട്ട് വരുന്നതിൽ ഞങ്ങൾ ആദ്യം മുതലേ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടേ ഇല്ല. അപ്പം ഇത് ഈ ഒരു വ്യവസായം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തികമായി ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം ഞങ്ങളത് ആദ്യം മുതലേ ഞങ്ങൾക്കുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ അധികാരികളുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ചർച്ച നടന്ന് ഞങ്ങൾക്ക് ഉചിതമായ ഒരു പാക്കേജ് പ്രഖ്യാപിക്കത്തോളം കാലം ഈ തോട്ടം തൊഴിലാളി എസ്റ്റേറ്റ് വിട്ട് പോകുകയില്ല എന്നുള്ളത് ഉറച്ച തീരുമാനത്തിലായിരുന്നു നിൽക്കുന്നത്. മാനേജ്മെന്റ് പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരുന്നു. സർക്കാരും വിഷയം പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. സാമൂഹികാഘാത പഠനത്തിലും ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെ തൊഴിലാളികളുമായി ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. 2570 ഏക്കർ ഭൂമിയാണ് ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ 2026 ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റാണ്. മറ്റ് സ്ഥലങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നടപ്പാക്കേണ്ട പുനരധിവാസത്തെക്കുറിച്ച് കൃത്യമായ നടപടികൾ ഭരണകൂടം സ്വീകരിക്കുമ്പോഴാണ് ഈ തൊഴിലാളികളുടെ കാര്യം എല്ലാവരും വിസ്മരിക്കുന്നത്. വിമാനത്താവള പദ്ധതിയെ ഒരിക്കൽ പോലും ഇവിടെയുള്ളവർ എതിർത്തിട്ടില്ല. പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയും ഇവർ നൽകുന്നുണ്ട്. പക്ഷേ തങ്ങളെ മാനേജ്മെന്റും സർക്കാരും മറന്നു പോകരുതെന്നാണ് ഇവിടെയുള്ള തൊഴിലാളികൾ പറയുന്നത്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.